പയ്യന്നൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ അനുകൂലി ടി പുരുഷോത്തമന്റെ വീടും കാറും ആക്രമിച്ച കേസിൽ വീണ്ടും അറസ്റ്റ്. CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗം സുജിത് കുന്നിയൂരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ 5 CPIM പ്രവർത്തകർ അറസ്റ്റിലായി. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, വിശദാംശങ്ങൾ. ആര്യ, ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് സുധീഷ്, അതുപോലെ തന്നെ അജയ് പയ്യന്നൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗം, ഡിവൈഎഫ്ഐ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അശ്വിൻ, അതുപോലെ തന്നെ സുനാജ് എന്നിവരെയായിരുന്നു ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ CPIM ബ്രാഞ്ച് കമ്മിറ്റി CPIMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള സുജിത്ത് കുനിയൂർ കൂടി അറസ്റ്റിലായതോടുകൂടി 5 പേരെയാണ് ടി പുരുഷോത്തമൻ്റെ വീടും കാറുമൊക്കെ ആക്രമിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ടി പുരുഷോത്തമൻ CPIMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. പക്ഷേ അവിടെ CPIM വിട്ട് UDF സ്വതന്ത്രനായി ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള വി കുഞ്ഞികൃഷ്ണനോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ആളുകൂടിയാണ് ടി പുരുഷോത്തമൻ. വി കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഈ പയ്യന്നൂരിൽ ഉയർന്ന ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ഈ ടി പുരുഷോത്തമൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ പറയുന്ന TI മധുസൂദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ നേരത്തെ തന്നെ ഈ തരത്തിൽ ചില അവമതിപ്പുണ്ടാക്കിയിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ CPIMൻ്റെ നേതാക്കളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത് ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കോ പാർട്ടിയുടെ പ്രവർത്തകർക്കോ പങ്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു CPIM നേതാക്കളെല്ലാം സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് പിടികൂടിയതെല്ലാം, അറസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം CPIMൻ്റെ നേതാക്കൾ തന്നെയാണ്. ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ആളാണ്. അതായത് CPIM ഉയർത്തിയിട്ടുള്ള വാദം അല്ലെങ്കിൽ CPIM നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രതിരോധം അത് അപ്പാടെ ഇല്ലാതാക്കുന്നതാണ് പോലീസിൻ്റെ ഈ നടപടി. അതുകൊണ്ട് തന്നെ CPIM ഇപ്പോൾ ഒന്നുകൂടി ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധത്തിലായിരിക്കുന്നു. കൂടുതൽ പ്രതിരോധത്തിലേക്ക് CPIM എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂരിലെ ടി പുരുഷോത്തമൻ്റെ വീടും കാറുമൊക്കെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 5 പേരും CPIMുമായി വളരെ അടുത്ത് ബന്ധമുള്ളവരാണ്. ആര്യ, അതെ, അതാണ് അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്. അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരോ അണികളോ ഒന്നുമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അറസ്റ്റിലാകുന്നത് എന്നുള്ളത് CPIMനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്.